ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ആലുവയിലെ അദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറി സ്വാമി ധർമ്മചേതനയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. നാരായണ ഗുരുദേവൻ ഈ അദ്വൈതാശ്രമം സ്ഥാപിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. 1912 വർക്കല ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ശിവഗിരി മഠത്തിൽ അറിവിൻ്റെ ദേവതയായ ശാരദാദേവിയെ ഗുരു പ്രതിഷ്ഠിക്കുകയുണ്ടായി. ശാരദാമഠം എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശാരദാമഠത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നാരായണനാശാൻ എന്ന ശിഷ്യനോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച ഗുരു മാവേലിക്കരയ്ക്ക് സമീപമുള്ള മുട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ അക്കാലത്ത് ഈഴവ ജന്മിമാരിൽ ഏറ്റവും സമ്പന്നനായ ആലിൻമുട്ടിൽ ചാന്നാരുടെ ഭവനത്തിൽ ഗുരു വന്നു ചേർന്നതിന് ശേഷം ചാന്നാരുമായിട്ടുള്ള സംഭാഷണ മധ്യേ ഗുരു പറയുന്നുണ്ട്, നമുക്കിരിക്കാൻ മറ്റൊരിടം വേണം, ആലുവ കൊള്ളാം എന്ന്. അപ്പോൾ ചാന്നാര് ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുക്കൽ ചോദിച്ചു, ആലുവയിൽ സ്ഥലം വാങ്ങുന്നതിന് ധാരാളം പണം വേണ്ടയോ എന്ന്. ഗുരു പറഞ്ഞത്, പണമല്ലയോ ലോകം മുഴുവൻ, എഴുതി വാങ്ങാനാണല്ലോ ആളില്ലാത്തത് എന്നാണ്. പണമല്ലയോ ലോകം മുഴുവൻ എന്ന് പറയാൻ കാരണം, ധാർമ്മികമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഇറങ്ങിത്തിരിച്ചാൽ അതിന് പൊതുജനങ്ങൾ കൈയയച്ച് സഹായിക്കുമെന്ന കാര്യത്തിൽ ഗുരുവിന് യാതൊരു സംശയവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പണമല്ലയോ ലോകം മുഴുവൻ എന്ന് ഗുരു പറഞ്ഞത്. എഴുതി വാങ്ങുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ പ്രമാണം എഴുതി വാങ്ങാനായിട്ട് ഒരാൾ കൂടി ആവശ്യമുണ്ട് എന്നാണ്. അത് മനസ്സിലാക്കിയ ആലിൻമുട്ടിൽ ചാന്നാര് ഗുരുദേവൻ്റെ അടുക്കൽ പറഞ്ഞത്, അടിയൻ വന്നുകൊള്ളാം എന്നാണ്. എങ്കിൽ ഒത്തുപോയല്ലോ എന്ന് പറഞ്ഞ് നാരായണനാശാനെയും ആലിൻമുട്ടിൽ ചാന്നാരെയും കൂട്ടി ഗുരുദേവൻ കായംകുളത്തും ഹരിപ്പാടും ആലപ്പുഴയിലും ചേർത്തലയിലും ഒക്കെയുള്ള ഗുരുദേവൻ്റെ ഭക്തരുടെ വീടുകൾ സന്ദർശിക്കുകയും അങ്ങനെ സന്ദർശിച്ച വേളയിൽ അവർ പാദകാണിക്കയായി നൽകിയ പണവുമായി ഗുരു ആലുവ നഗരത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ എത്തിച്ചേർന്ന ഗുരു ആലുവ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പെരിയാർ നദിയുടെ തീരത്തുകൂടി സഞ്ചരിച്ച് ഇന്ന് ആശ്രമമിരിക്കുന്ന ഈ ഭൂമിയിൽ വന്നു ചേർന്നപ്പോൾ ഇത് ആശ്രമത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമിയായിട്ട് ഗുരുവിന് തോന്നുകയും അന്ന് ഈ സ്ഥലത്തിൻ്റെ ഉടമ കൊച്ചി സ്വദേശി ഒരു മൂസ സേട്ടുവായിരുന്നു. ആ സേട്ടുവിൻ്റെ പക്കൽ നിന്ന് തീരാധാരമായിട്ട് ഈ ഭൂമി വാങ്ങുകയും ചെയ്തു. നദിയോട് ചേർന്ന ഭൂമിയാണ് ഗുരു അന്ന് വാങ്ങിയത്. തുടർന്ന് മൂത്തകുന്നം ഗുരു പ്രതിഷ്ഠ നടത്തിയ ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്. ആ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഗുരുവിന് കുറേ കൂടി സ്ഥലം വാങ്ങിക്കൊടുക്കുകയും അതോടൊപ്പം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഗുരുവിന് ഇവിടെ ആശ്രമ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗുരു നേരിട്ട് ഗുരുദേവൻ്റെ പേർക്ക് വാങ്ങിയ ഈ ഭൂമിയിലാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അദ്വൈതാശ്രമം പെരിയാർ നദിയുടെ തീരത്ത് ആലുവയിൽ സ്ഥാപിക്കുവാൻ ഗുരുവിനൊരു സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഗുരു ആലുവ കൊള്ളാം എന്ന് പറഞ്ഞത്. ഇതിനു മുൻപ് ഗുരു പലവട്ടം ആലുവയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പിന്നീട് കേരളമായി തീർന്ന അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമൊക്കെയായി വിഭജിച്ച് കിടന്നിരുന്ന ഈ മലയാള മണ്ണിൻ്റെ മധ്യഭാഗത്ത് തൻ്റെ ഒരു ആസ്ഥാനമുണ്ടാകണം എന്ന് ഗുരു സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് കൂടിയാണ് ഈ ആലുവ നഗരത്തിൽ തന്നെ ഗുരു സ്ഥലം വാങ്ങുകയും ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തത്. അതിന് മറ്റൊരു കാരണം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ആധുനിക ലോകത്ത്
അദ്വൈത ദർശനത്തിന് ഏറ്റവും വലിയ പ്രചാരം നൽകിയ മഹാത്മാവാണ് ശങ്കരാചാര്യർ. പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നീ വേദാന്തത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യം രചിച്ചുകൊണ്ട് അദ്വൈത വേദാന്തമാണ് ഭാരതീയ ചിന്തകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ലോകത്തെ പഠിപ്പിച്ച, തൻ്റെ വാദപ്രതിവാദങ്ങളിലൂടെ അത് സമർത്ഥിച്ച മഹാത്മാവാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ ജനിച്ചത് ഈ പെരിയാർ നദിയുടെ തീരത്താണ്. ആലുവായിൽ നിന്ന് ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൂരെ മാറി കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് കാലടി എന്നുള്ളത്. കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ച് വളർന്നത്. അപ്പോൾ അങ്ങനെ അദ്വൈതം തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും ദർശനം. ഗുരു പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ദർശനം ശങ്കരൻ്റേത് തന്നെയാണ് എന്ന്. അത് അദ്വൈതമാണ്. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന പരമമായ പൊരുളിനെയും എല്ലാം ഒന്നായി ദർശിക്കുന്നതാണ് അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാട്. എല്ലാം ഒന്നാണ് എന്നുള്ളതാണ് അദ്വൈതം അനുവർത്തിച്ച് പോരുന്ന സമീപനം. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ഗുരുവിൻ്റെ ദർശനം ഈ അദ്വൈതം തന്നെയായിരുന്നു. പ്രപഞ്ചത്തെ ആകെ ഒന്നായി കാണുന്ന ഒരു ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന് ലോകത്തിന് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം പെരിയാർ നദിയുമായി നിലനിർത്തണമെന്ന് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ സങ്കല്പിച്ചിരിക്കാം. മറ്റൊരു കാരണം പറയാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ അദ്വൈതിയായിരുന്നു എങ്കിലും ശൈവ ദർശനത്തോട് അഥവാ ശൈവ അദ്വൈതത്തോട് ഗുരുവിന് സവിശേഷമായിട്ടുള്ളൊരു ആഭിമുഖ്യം നമുക്ക് കാണാൻ കഴിയും. അത് വ്യക്തമാകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ തപസ് അനുഷ്ഠിച്ചിരുന്നത് മരുത്വാമലയിലാണ്. മരുത്വാമലയിൽ വെച്ച് ശിവഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് പ്രത്യക്ഷമായിരുന്നു എന്ന് ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കർമ്മകാണ്ഡത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തിയത് ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു. പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി നിശ്ചയിച്ചത് വർക്കലയിലെ ഒരു കുന്നാണ്. ആ കുന്നിനും ഗുരു നൽകിയ പേര് ശിവഗിരി എന്നായിരുന്നു. ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ 60-ൽ പരം കൃതികളാണ് ഗുരു രചിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ 30ഓളം സ്തുതിഗീതങ്ങളാണ്. ആ 30ഓളം സ്തുതിഗീതങ്ങളിൽ മിക്കവാറും കൃതികൾ ശിവഭഗവാനെയും ശിവ കുടുംബാംഗങ്ങളെയും സ്തുതിച്ചുകൊണ്ടാണ്. ശിവഭഗവാൻ, അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാൻ, ദേവീ സങ്കല്പത്തിൽ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടും ഒക്കെയാണ് ഗുരു കൃതികൾ രചിച്ചത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നൊരു കാര്യം, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ പ്രതിഷ്ഠകൾ പല പേരുകളിലാണെങ്കിൽ പോലും അത് സുന്ദരേശ്വരനായും ജ്ഞാനേശ്വരനായും അതുപോലെ ഗൗരീശ്വരനായിട്ടുമൊക്കെ മാഹേശ്വരനായും ഒക്കെ ഗുരു പ്രതിഷ്ഠ നടത്തിയത് മിക്കവാറും ശിവപ്രതിഷ്ഠകളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ശ്രീനാരായണ ഗുരുദേവന് ഒരു ശൈവ ആഭിമുഖ്യം അഥവാ ശൈവദർശനം എന്ന് പറയുന്നത് ഭാരതത്തിൽ നിലനിന്നിരുന്ന മഹത്തായൊരു ദർശനമാണ്. ശിവനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ദർശനമാണത്. വേദാന്തത്തിൽ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ള പരമസത്യമായിട്ട് വേദാന്തികൾ പറയുന്നത് പരബ്രഹ്മമാണ്. അത് നിർഗുണമായിട്ടുള്ള പരബ്രഹ്മമാണ് പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് വേദാന്ത ദർശനം പറയുന്നതെങ്കിൽ ശൈവ ദർശനത്തിൽ പ്രപഞ്ചത്തിന് കാരണമായിട്ട് ഏകമായൊരു സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യം അത് പരമശിവനാണ് എന്നുള്ളതാണ് ശൈവ ദർശനം പറയുന്നത്. പശുപതി എന്നാണ് ശൈവ ദർശനത്തിൽ ശിവന് നൽകിയിരിക്കുന്ന പേര് തന്നെ. പശു എന്നാൽ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളുമാണ്. ഈ പശുക്കളെയെല്ലാം അഥവാ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിലനിർത്തി പോകുന്നത് ഈ ജീവരാശികളുടെ എല്ലാം നാഥനായി നിൽക്കുന്ന ശിവനാണ്. അതുകൊണ്ടാണ് ശിവന് പശുപതി എന്ന പേര് വന്നിരിക്കുന്നത്. ഞാൻ ഇത് ഇത്ര ദീർഘമായി പറയാൻ കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ കർമ്മകാണ്ഡത്തിലുടനീളം
ഒരു ശൈവ ആഭിമുഖ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ അദ്വൈതാശ്രമം സ്ഥാപിക്കുമ്പോഴും ഗുരു പറഞ്ഞത് തൊട്ടപ്പുറത്ത് ശിവനുണ്ടല്ലോ എന്നാണ്. നമുക്ക് ഈ അദ്വൈതാശ്രമത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ പെരിയാർ നദിയുടെ മറുകരയിൽ കാണുവാൻ കഴിയുന്നത് ഹിന്ദുമതവിശ്വാസികളുടെ വളരെ പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രമായ ആലുവ ശിവക്ഷേത്രവും ആ ശിവക്ഷേത്രത്തോട് അനുബന്ധമായി അവിടെ കിടക്കുന്ന മണപ്പുറവുമാണ്. ശിവരാത്രി മണപ്പുറം എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അവിടെ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഹിന്ദുമത വിശ്വാസികൾ വന്നു ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശിവരാത്രി മണപ്പുറം. ഗുരു ആശ്രമം സ്ഥാപിച്ചപ്പോഴും പറഞ്ഞത് തൊട്ടപ്പുറത്ത് ശിവനുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടെ ഇപ്രകാരം ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിന് ശ്രീനാരായണ ഗുരുദേവനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെ ആയിരിക്കാം എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്.